Hello folks, welcome back to another video. So today നമ്മൾ കുറച്ച് ദിവസമായ വീഡിയോസ് ഞാൻ വേറെ അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല ആൻഡ് ഐ വാസ് ബിസി. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ദിസ് ഏരിയയിൽ നിന്ന് ഒരു ഷോർട്ട് പറഞ്ഞിരുന്നു. ഐ തിങ്ക് അറൗണ്ട് ദിസ് ഏരിയ. ഓക്കെ, സോ ടുഡേ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ എൻ്റെ ഒരു എക്സിക്യൂഷൻ കാണിച്ചു തരാം ആൻഡ് ഓൾസോ ഇനി my outlook on Nifty. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ ഐ തിങ്ക് അറൗണ്ട് മാർച്ച് ലാസ്റ്റ് ഈ ഒരു ടൈമിൽ അറൗണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഐ തിങ്ക് ഈ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു. സോ പറഞ്ഞിരുന്നത് ഈ ഏരിയ സ്ട്രെങ്തോട് കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബുള്ളിഷ് ആവത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ആസ് എ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ബേസിക്കലി ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കായി വിച്ച് ഈസ് ഷോയിങ് ബുള്ളിഷ്നെസ്. ബട്ട് ഞാൻ പറഞ്ഞിരുന്നു ഐ എം നോട്ട് ബുള്ളിഷ് അൺടിൽ ദിസ് ഈസ് ബ്രോക്കൺ വിത്ത് സ്ട്രെങ്ത്. സോ അതിവിടെ നടന്നില്ല ആൻഡ് ഇവിടെ നിന്ന് ഒരു സ്ലോ റിവേഴ്സൽ പാറ്റേൺ പോലെ കിട്ടി, റൈറ്റ്? സോ ഞാനിവിടെ എനിക്ക് ഷോർട്ട് ചെയ്യാൻ ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. സോ വാട്ട് ഐ ഡിഡ് ഇസ് ഞാൻ ഒരു സ്റ്റോക്കാണ് എടുത്ത് ഷോർട്ട് ചെയ്തത്. ഓക്കെ, സോ ദിസ് വൺ ഐ ഷോർട്ടഡ് അറൗണ്ട് ഐ തിങ്ക് ഹിയർ. സോ സംതിങ് ലൈക്ക് ദിസ്, അതായത് എൻട്രി ആ ഒരു ഏരിയയിൽ അബൌട്ട് 250 ഐ തിങ്ക് ആ ഒരു ഏരിയയിൽ ആൻഡ് ഐ എക്സിറ്റഡ് ഹിയർ. സോ ദിസ് ഈസ് വാട്ട് ഐ ഗോട്ട്. ഞാൻ പിന്നെ ഹോൾഡ് ചെയ്തില്ല ബിക്കോസ് ഇതുപോലുള്ള സഡൻ മൂവ്സ് നമുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഓൾവേസ് അതുപോലൊരു ആക്ച്വലി ഐ വാസ് എക്സ്പെക്റ്റിംഗ് കുറച്ചുകൂടി ഒരു സ്ലോ ആയിട്ടുള്ള മൂവ്. ബട്ട് ONGC എന്തുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്തതെന്നുള്ളതിന് കാരണം ഞാൻ ഐ തിങ്ക് ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വാസ് ബെയറിഷ് ഓൺ ക്രൂഡ് ഓയിൽ. സോ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹൗ ഇറ്റ് ഡ്രോപ്ഡ് ഈ ദിവസങ്ങളിൽ. സോ ക്രൂഡ് ഓയിൽ അത് ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുമ്പോഴത്തേക്കും ONGC വിച്ച് ഇസ് ബേസിക്കലി ആൻ ഓയിൽ മേക്കിംഗ് കമ്പനി, സെല്ലിംഗ് കമ്പനി, ഒരു ബെയറിഷ് മൊമെൻറ്റം കിട്ടും. സോ അതും ആൻഡ് ഓൾസോ ഐ എം ബെയറിഷ് ഓൺ നിഫ്റ്റി. സോ അതുകൊണ്ടാണ് ഞാൻ ONGC ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് എടുത്തത്. ആൻഡ് ഇതുപോലെ സഡൻ മൂവ് കിട്ടിയപ്പോഴത്തേക്കും ഐ എക്സിറ്റഡ് ഏർലി ആൻഡ് ആസ് യു ക്യാൻ സി അതുപോലൊരു റിവേഴ്സലും നമുക്ക് ഇവിടെ കിട്ടി. സോ ദിസ് ഈസ് മൈ എക്സിക്യൂഷൻ ഓൺ ONGC. സോ 247.5 PE. ഞാൻ വാങ്ങിച്ച പ്രൈസ് 5.70 ആൻഡ് സെല്ലിംഗ് എക്സിറ്റിംഗ് പ്രൈസ് 20.6. ഇത് ആക്ച്വലി എ പ്രിറ്റി ബിഗ് ട്രേഡ്. എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റൽ ഇതിന് യൂസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ അബൌട്ട് 3 times ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ആസ് പ്രോഫിറ്റ്. സോ യാ, സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ബാക്ക് ടു ബീയിങ് ഇവിടെ നിന്ന് ബുള്ളിഷായി. ഓക്കെ, സോ അതും ഐ എക്സിക്യൂട്ടഡ് ഇൻ ബാങ്ക് നിഫ്റ്റി. ഐ ബോട്ട് here somewhere around here, stop loss അതിൻ്റെ low and exited at this high which was 9 ഒന്നും ഇല്ലായിരുന്നു, അത് 1:9 അല്ല, സംതിങ് ലൈക്ക് this one, perfectly this one, this lowയിൽ ഞാൻ വാങ്ങിച്ചു. This was my stop loss. 1:6 something, that's what I got. സോ ഈ രണ്ട് ട്രേഡ്സ് ആണ് ദ ബിഗ്ഗസ്റ്റ് ട്രേഡ്സ് ഐ ടുക്ക് ദിസ് മന്ത്. പിന്നെ ഞാനെല്ലാം സ്മോൾ ട്രേഡ്സ് ആണ് എടുത്തത് ബിക്കോസ് ഐ വാസ് കൈൻഡ് ഓഫ് ബിസി. സോ ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ഈസ് നെക്സ്റ്റ്. സോ റൈറ്റ് നൗ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഈസ് ഷോയിങ് എക്സ്ട്രീം സ്ട്രെങ്ത്. സോ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ എത്തിയെന്ന് തോന്നുന്നു.
So I'm bullish on that. So if we look at weekly chart, ഇവിടെ ഈ ഒരു ചെറിയൊരു ചാനലുണ്ട്. സോ I'll just make it black. ഓക്കെ, സോ ഈ ഒരു ചാനൽ ആക്ച്വലി ഇവിടെ ബ്രേക്ക് ചെയ്തു ആൻഡ് ദെൻ ഇറ്റ് കെയിം ഡൗൺ അഗെയിൻ. ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നൊരു ഒരു പാറ്റേൺ ആക്ച്വലി നമുക്കിവിടെ കാണാൻ പറ്റും, റൈറ്റ്? സോ ആ ഒരു എന്താ പറയുക, ചാനലിലാണ് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്നത്. സോ if I had a long position here, this is a time where I will take ഒരു partial or profit on Bank Nifty specifically. But Bank Nifty ഈ രണ്ട് ക്യാൻഡിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇറ്റ്സ് വെരി ബുള്ളിഷ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, ആൻഡ് സോ ദാറ്റ്സ് ദാറ്റ്. മേബി ഒരു ഇനി ദ കമ്മിങ് വീക്ക് ഒരു കൺസോൾട്ടേഷൻ, കാരണം അത്യാവശ്യം നല്ല വോളറ്റൈലും ആയിരുന്നു ദിസ് വീക്ക്. സോ അതുകൊണ്ട് മേബി ദ കമ്മിങ് വീക്ക് ഒരു കൺസോൾട്ടേഷൻ ആൻഡ് മേബി ഒരു റിട്രേസ്മെൻറ്റ് കാണാം. ബട്ട് ഇൻ ദ ലോങ് റൺ ഓർ ഇൻ ദ മീഡിയം ടേം ഞാൻ ഐ എം ബാക്ക് ഓൺ ബുള്ളിഷ് ഓൺ നിഫ്റ്റി. സോ ആസ് ഒരു സ്റ്റോക്സ് ബൈയിങ് POV എന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ ഏകദേശം എല്ലാ പൊസിഷൻസും, അതായത് സ്റ്റോക്സും ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. കുറച്ച് ക്യാഷ് മാത്രമേ ഇപ്പം ക്യാഷായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റോക്സാണ് ഇപ്പം. ആൻഡ് ഇനി ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ ദാറ്റ് പല സ്റ്റോക്സുകളും നിഫ്റ്റിയുടെ ആ ലെവലിൽ കയറിയിട്ടില്ല. സോ ഇഫ് നെക്സ്റ്റ് വീക്ക് നിഫ്റ്റി ഒരു റിട്രേസ്മെൻറ്റ് തരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അനദർ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ ഗുഡ് സ്റ്റോക്സ്. സോ ഐ തിങ്ക് ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, വി ക്യാൻ എക്സ്പെക്റ്റ് എ കൺസോൾട്ടേഷൻ ഇൻ ഈ ഒരു റീജിയണിൽ for maybe next 1 or 2 weeks, or retracement. And ഇതൊരു റിട്രേസ്മെൻറ്റ് തന്നിട്ട് I am expecting again ഒരു break above this and continue like that. That's what I'm expecting. Yeah, that's അതല്ല, ഇഫ് ഇറ്റ് ഈസ് റിയലി നമുക്ക് വോളറ്റൈലായിട്ട് തന്നെ, അതായത് മൊമെൻറ്റത്തോട് തന്നെ നമുക്ക് മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ, മൈ അനദർ എക്സ്പെക്റ്റേഷൻ ഇസ് ഒരു അനദർ ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആണ് ഞാൻ കാണുന്നത്, വിച്ച് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. We will get something like this. Will come here. ആ ഒരു രീതിയിൽ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഇത് കിട്ടിയല്ലോ, അതുപോലെ തന്നെ we will get another upward kind of move here. So it will be like a V. Yeah, so ഇതാണ് എൻ്റെ രണ്ട് എക്സ്പെക്റ്റേഷൻസ്. സോ ട്രേഡ് ചെയ്യാൻ ബെറ്റർ മേബി ഈ ഒരു ചാനൽ, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വോളറ്റിലിറ്റി കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ അതായിരിക്കും ബെറ്റർ. ബട്ട് ആസ് എൻ ഇൻവെസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്, ഈ ഒരു ബിലോ 2300 ഇസ് എ 23,300 ഐ തിങ്ക് മാർക്കറ്റ് ഇനി വരുവാണെങ്കിൽ അതായത് ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ ഇറ്റ്സ് എ great place to add positions. I think
I will be adding more positions. Yeah, so that's it for this video. Thank you. See you in the next one.